ഹരേ രാമ ഹരേ കൃഷ്ണ. ഈ നക്ഷത്രക്കാരുടെ ഭാഗ്യം തെളിഞ്ഞു കഴിഞ്ഞു. നിങ്ങളുടെ എത്ര വലിയ കഷ്ടപ്പാടും മാറും, പണം കൊണ്ട് മൂടുകയും ചെയ്യും. കൊല്ലവർഷത്തിൻ്റെ ചരിത്രത്തിൽ ഒരു പുതിയ നൂറ്റാണ്ടിൻ്റെ ആദ്യ വർഷത്തിലെ അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രങ്ങളിൽ ജനിച്ചവരുടെയും വാർഷിക ഫലമാണ്. കർക്കിടകം 32-ാം തീയതിയായ ആഗസ്റ്റ് 16 വെള്ളിയാഴ്ച സന്ധ്യയ്ക്കാണ് ആദിത്യൻ്റെ ചിങ്ങരാശി സംക്രമം നടന്നതിൻ്റെ പിറ്റേ പകൽ പുതുവർഷം തുടങ്ങുന്നു. അങ്ങനെ 2024 ആഗസ്റ്റ് 17 ശനിയാഴ്ച 1200 ചിങ്ങം 1-ാം തീയതി പിറക്കുന്നു. വർഷാരംഭത്തിൽ പ്രധാന ഗ്രഹങ്ങളിലൊന്നായ ശനി അഥവാ മന്ദൻ കുംഭം രാശിയിൽ പോരുരുട്ടാതിയിൽ വക്രഗതിയിലാണ്. ഈ വർഷം വൃശ്ചികം 2-ാം തീയതി മുതൽ ശനി നേർഗതിയിലാവുന്നു. മീനം 15-ന്, അതായത് 2025 മാർച്ച് 29-ന് ശനി കുംഭം രാശിയിൽ നിന്നും മീനം രാശിയിലേക്ക് പകരുന്നു. 2.5 വർഷത്തിലൊരിക്കൽ സംഭവിക്കുന്നതാണ് ശനിയുടെ ഈ രാശിമാറ്റം. വ്യാഴം ഇടവരാശിയിൽ രോഹിണി നക്ഷത്രത്തിലാണ്. കന്നി മാസം അവസാനം മുതൽ മകരം അവസാനം വരെ ഗുരു അഥവാ വ്യാഴം വക്രഗതിയിലാണ്. 1200 മേടം 31-ന്, അതായത് 2025 മെയ് 14-ന് വ്യാഴം മിഥുന രാശിയിൽ പ്രവേശിക്കുന്നു. രാഹു കേതു മാറ്റം സംഭവിക്കുന്നത് 1200 ഇടവ മാസം 4-ന്, അതായത് 2025 മെയ് 18-നാണ്. രാഹു അഥവാ സർപ്പൻ കുംഭം രാശിയിലേക്കും കേതു അഥവാ ശിഖി ചിങ്ങം രാശിയിലേക്കും പിൻഗതിയായി പ്രവേശിക്കുന്നു. മറ്റൊരു ഗ്രഹമായ ചൊവ്വ അഥവാ കുജൻ 1200-ന്റെ തുടക്കത്തിൽ ഇടവം രാശിയിലാണ്. തുലാം 4-ാം തീയതി മുതൽ മകരം 8 വരെ, അതായത് 2024 ഒക്ടോബർ 20 മുതൽ 2025 ജനുവരി 21 വരെ ചൊവ്വ നീചരാശിയായ കർക്കിടകത്തിലാണ്. പിന്നീട് വക്രഗതിയായി മിഥുനത്തിൽ വരുന്നു. മീനം 20 മുതൽ ഇടവം 24 വരെ വീണ്ടും കർക്കിടകത്തിലും സഞ്ചരിക്കുകയാണ്. ഇപ്രകാരമുള്ള ഗ്രഹനിലയെ മുൻനിർത്തി കൊല്ലവർഷത്തിൻ്റെ ചരിത്രത്തിലെ ഒരു പുതിയ നൂറ്റാണ്ടിൻ്റെ ആദ്യ വർഷത്തിലെ അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രങ്ങളിൽ ജനിച്ചവരുടെ വാർഷിക ഫലമാണ്. ആദ്യം അശ്വതി നക്ഷത്രക്കാരാണ്. കൊല്ലവർഷം 1200-ാം ആണ്ട് അശ്വതി നാളുകാർക്ക് പല നിലയ്ക്കും അനുകൂലമാണ്. നക്ഷത്രനാഥനായ കേതു 6-ാം ഭാവത്തിൽ ഉപജയ സ്ഥാനത്തിലാകിയാൽ പ്രവൃത്തികളെല്ലാം ഗുണകരമാവുന്നതാണ്. ശനിയുടെ അനുകൂലത മീനം പകുതി വരെ തുടരുന്നതിനാൽ ഭാവി മുന്നിൽ കണ്ടുകൊണ്ടുള്ള ആസൂത്രണം ഫലവത്താകും. ഗൃഹത്തിലെ വയോജനങ്ങൾക്ക് ആരോഗ്യപരമായും മറ്റും അസ്വസ്ഥതകൾ ഉണ്ടാകുന്നതാണ്. പൂർവിക സ്വത്ത് സ്വന്തം പേരിൽ എഴുതപ്പെടും. വ്യാഴത്തിൻ്റെ സുസ്ഥിതി കുടുംബ ഭദ്രതയ്ക്കും ധനോന്നതിക്കും വഴിതെളിയിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ വളരെയധികം മികവുണ്ടാകും. തൊഴിൽ തേടുന്നവർക്ക് സ്ഥിര ജോലി ലഭിക്കുകയും ചെയ്യും. ഉന്നത പദവികളോടുകൂടിയ ജോലി കയറ്റം, ശമ്പള വർധനവ് എന്നിവയും നിങ്ങൾക്ക് ഈ കാലഘട്ടത്തിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. നിങ്ങളുടെ എല്ലാവിധ പരിശ്രമങ്ങൾക്കും സഫലമാവുകയും ചിങ്ങം, കന്നി, മകരം, കുംഭം മാസങ്ങളിൽ വളരെയധികം ധനനേട്ടവും ഉന്നത പദവി ലഭ്യതയും വന്നു ചേരുന്നതാണ്. അടുത്തത് ഭരണി നക്ഷത്രക്കാരാണ്. ചിങ്ങമാസത്തിൽ തുടങ്ങുന്ന പുതുവർഷം വളരെയധികം ഗുണകരമായി തീരും. പ്രധാന ഗ്രഹങ്ങൾക്ക് സൽഭാവങ്ങളിൽ സ്ഥിതിയുള്ളതിനാൽ വളരെയധികം പ്രയോജനം ഉണ്ടാകുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് മികച്ച വിജയം നേടുവാനും നിങ്ങൾ ആഗ്രഹിച്ച വിഷയത്തിൽ ഉപരിപഠനം നടത്തുവാനും സാധിക്കുന്നതാണ്. തൊഴിൽ തേടുന്നവർക്ക് നിരാശപ്പെടേണ്ടി വരില്ല. കച്ചവടം ലാഭകരമാകും. പുതിയ വരുമാന മാർഗങ്ങൾ തുറന്നു കിട്ടുന്നതുമാണ്. ഉദ്യോഗസ്ഥർക്ക് അധികാരമുള്ള ചുമതലകൾ ഏറ്റെടുക്കേണ്ടി വരും. ദൂരദേശത്ത് കഴിയുന്ന ആളുകൾക്ക് നിങ്ങളുടെ ജന്മനാട്ടിലേക്ക് മാറ്റം കിട്ടുവാനിടയുണ്ട്. കുടുംബ ബന്ധം കൂടുതൽ ഊഷ്മളമാകും. പ്രണയബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് നിങ്ങളുടെ പ്രണയം വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ സാധിച്ചേക്കും. രോഗാവസ്ഥയിലുള്ള ആളുകൾക്ക് ചികിത്സാ മാറ്റത്തിലൂടെ ആരോഗ്യസ്ഥിതി
വളരെയധികം മെച്ചപ്പെടുന്നതാണ്. മാസങ്ങളിൽ ചിങ്ങവും കന്നിയും മകരവും കുംഭവും മിഥുന മാസവും മികച്ച ഫലങ്ങൾ നിങ്ങൾക്ക് സമ്മാനിക്കും. അടുത്തത് കാർത്തിക നക്ഷത്രക്കാരാണ്. മേടക്കൂറുകാരായ കാർത്തിക നക്ഷത്രക്കാർക്ക് വർഷത്തിൻ്റെ മുക്കാൽ പങ്കും ഏതാണ്ട് മീനം മേടം മാസം വരെ വളരെയധികം സൗഭാഗ്യങ്ങൾ വന്നു ചേരും. ഇടവ രാശിക്കാർക്ക് അതുവരെ സമ്മിശ്ര ഫലവും ശേഷം അനുകൂലമായ ഫലവും അനുഭവത്തിൽ വരും. വ്യവഹാരങ്ങളിൽ വിജയം അഥവാ അനുരഞ്ജനം സാധ്യമാകും. നിങ്ങളുടെ കടങ്ങളെല്ലാം വന്നു കിട്ടും. പുതിയ ജോലിക്കായുള്ള ശ്രമം ലക്ഷ്യത്തിലെത്തുന്നതാണ്. ആശയവിനിമയശേഷി പല സന്ദർഭങ്ങളിലും തുണയ്ക്കപ്പെടും. നീതിബോധം ആദരിക്കപ്പെടും. അവിവാഹിതർക്ക് വിവാഹം നടന്നേക്കും. കാര്യക്ഷമത മേലധികാരികളുടെ പ്രീതിക്ക് കാരണമാകുകയും ചെയ്യുന്നതാണ്. കെട്ടിടം വാടകയ്ക്ക് കൊടുക്കുവാൻ സാധിക്കും. നിക്ഷേപങ്ങൾ ഫലപ്രദമായി വിനിയോഗിച്ച് സാമ്പത്തിക ശേഷി നിങ്ങൾക്ക് ഈ സമയത്ത് ഉയർത്തുവാൻ കഴിയും. കുടുംബത്തിലെ പുതുതലമുറയുടെ ശ്രേയസ് സന്തോഷകരമായി തീരുന്നതാണ്. അടുത്തത് രോഹിണി നക്ഷത്രക്കാരാണ്. കണ്ടകശനി, ജന്മവ്യാഴം തുടങ്ങിയ പ്രതികൂലതകൾ ഉള്ള ഒരു വർഷമാണ്. കാര്യവിഘ്നം പലപ്പോഴും വിഷമിപ്പിക്കും. നവസംരംഭങ്ങൾക്കും വലിയ മുതൽ മുടക്കിനും അത്ര അനുകൂലമായ വർഷമല്ല. ഉദ്യോഗസ്ഥർക്ക് പ്രമോഷൻ വൈകാം. സുലഭമായ വസ്തുക്കൾ പോലും നേടുവാൻ വേണ്ടി വളരെയധികം വിയർപ്പൊഴുക്കേണ്ടി വരുന്ന ഒരു സമയമാണ്. 5-ലെ കേതുസ്ഥിതിയാൽ ബുദ്ധി ഉണർന്ന് പ്രവർത്തിച്ചേക്കില്ല. മക്കളുടെ കാര്യത്തിൽ ചില ആശങ്കകൾ ഉയരുന്നതാണ്. മീനമാസം മുതൽ ഗുണാനുഭവങ്ങൾ വന്നു തുടങ്ങും. നിങ്ങളുടെ സ്വാശ്രയ ബിസിനസ് വിപുലീകരിക്കപ്പെടും. അവിവാഹിതർക്ക് വിവാഹം നടക്കുന്നതാണ്. പുതിയ കാര്യങ്ങൾ പ്രായോഗികമാക്കുവാൻ കഴിഞ്ഞേക്കും. ആദായം വളരെയധികം തൃപ്തികരമാക്കും. തുലാം, കുംഭം, മീനം, കർക്കിടകം എന്നീ മാസങ്ങൾ കൂടുതൽ ഗുണകരമായി തീരുന്നതാണ്. അടുത്തത് മകയിരം നക്ഷത്രക്കാരാണ്. സമ്മിശ്രമായ ഫലങ്ങളാണ് ഈ വർഷം അധികവും വന്നു ചേരുന്നത്. നേട്ടമായാലും കോട്ടമായാലും സ്ഥിരമായിരിക്കില്ലെന്ന് അറിയേണ്ടതുണ്ട്. തൊഴിലില്ലാത്തവർക്ക് താൽക്കാലികമായ ജോലികൾ ലഭിക്കും. കരാർ പണികൾ വളരെയധികം നീട്ടിക്കിട്ടാം. വിദ്യാഭ്യാസത്തിനോ തൊഴിലിനോ അന്യനാട്ടിൽ പോകേണ്ട ഒരു സ്ഥിതി തള്ളിക്കളയാനാവില്ല. നാട്ടിലേക്ക് ജോലി മാറ്റം പ്രതീക്ഷിക്കുന്നവർക്ക് വർഷത്തിൻ്റെ ആദ്യ പകുതി വരെ കാത്തിരിക്കേണ്ടി വരും. സ്വാശ്രയ ബിസിനസ് നോക്കി നടത്താൻ ആരെയെങ്കിലും ഏൽപ്പിക്കാനിടയുണ്ട്. സേവന വേതന വ്യവസ്ഥകൾ മനസ്സിലാക്കുവാൻ ശ്രമിക്കേണ്ടതാണ്. ഗൃഹനിർമ്മാണത്തിന് വേഗത കുറയും. മാതാപിതാക്കളെ ജോലി സ്ഥലത്ത് കൊണ്ടുപോകുവാനുള്ള നിങ്ങളുടെ ശ്രമം ഫലിച്ചേക്കില്ല. ജീവകാരുണ്യ പ്രവർത്തനു വേണ്ടി സമയം കണ്ടെത്തുന്നതാണ്. ദൈവിക കാര്യങ്ങളിൽ വളരെയധികം താല്പര്യമുണ്ടാകുകയും തീർത്ഥാടനത്തിന് യോഗം ഉണ്ടാകുകയും ചെയ്യുന്നതാണ്. അടുത്തത് തിരുവാതിര നക്ഷത്രക്കാരാണ്. ശനി 9-ൽ, രാഹു 10-ൽ, വ്യാഴം 12-ൽ എന്നിങ്ങനെ പ്രധാന ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നു. ഗുണവും ദോഷവും കലർന്നിട്ടുള്ള അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. തൊഴിലിൽ ലാഭം, എന്നാൽ അധ്വാനം കൂടുതലും വേണ്ടിവരും. വേതനം കുറവ് എന്നീ പ്രശ്നങ്ങൾ വരാം. വിദ്യാർത്ഥികൾക്ക് ഏകാഗ്രത നഷ്ടപ്പെട്ടേക്കാം. ന്യായമായ വരുമാനം പ്രതീക്ഷിക്കാവുന്നതാണ്, എന്നാൽ ചെലവ് ഉയരുന്നതായിരിക്കും. 4-ലെ കേതു ഗ്രഹത്തിൽ അസമാധാനം ഉണ്ടാക്കുവാൻ ഇടയുണ്ട്. വാഹനം ഉപയോഗിക്കുന്നതിൽ കരുതൽ കൂടുതൽ വേണ്ടിവരുന്ന ഒരു സമയമാണ്. സർക്കാർ ആനുകൂല്യങ്ങൾ തടസ്സപ്പെടുവാൻ സാധ്യതയുണ്ട്. മകരമാസത്തിനു ശേഷം നേട്ടങ്ങൾ വന്നു ചേരുവാൻ തുടങ്ങും. രാഷ്ട്രീയ വിജയത്തിന് സാഹചര്യം ഒരുങ്ങുന്നതാണ്. ദാമ്പത്യത്തിൽ സ്വസ്ഥതയും ഐക്യവും മടങ്ങി വരികയും ചെയ്യും. അടുത്തത് പുണർതം നക്ഷത്രക്കാരാണ്. മിഥുന രാശിയിൽ വരുന്ന പുണർതം നക്ഷത്രക്കാർക്ക് ഉയർച്ച താഴ്ചകളും കർക്കിടക രാശിക്കാർക്ക് ഗുണകരമായ ഫലങ്ങളും അനുഭവപ്പെടുന്നതാണ്. ചൂതാട്ടങ്ങളിലും സാമ്പത്തികം ഉപയോഗിച്ചുള്ള വിനോദങ്ങളിലും ഊഹക്കച്ചവടത്തിലും നഷ്ടങ്ങൾ ഉണ്ടാകും. ഭൂമി വ്യാപാരത്തിൽ ലാഭം വളരെയധികം കുറയുന്നതാണ്. ആവർത്തിത പരിശ്രമങ്ങൾ മാത്രമാണ് വിജയിക്കുക. ചെയ്തു വരുന്ന ഉദ്യോഗം ഉപേക്ഷിച്ച് പുതിയ തൊഴിൽ തേടുന്നത് ആശ്വാസകരമാവില്ല. എന്നാൽ ന്യായമായ ആവശ്യങ്ങളെല്ലാം നിർവഹിക്കപ്പെടുകയും ചെയ്യും. സ്വന്തക്കാരുമായുള്ള പിണക്കം അവസാനിക്കുന്നതാണ്. പരിചയ സമ്പത്തിനാൽ വിദേശത്ത് ജോലി ലഭിക്കുകയും ചെയ്യും. സുഹൃത്തുക്കളിൽ നിന്നും സാമ്പത്തിക സഹായം ഈ സമയത്ത് പ്രതീക്ഷിക്കാവുന്നതാണ്. പ്രണയബന്ധങ്ങളിൽ ശക്തിയായ തീരുമാനം കൈക്കൊള്ളേണ്ടി വരികയും ചെയ്യുന്നതാണ്. അടുത്തത് പൂയം നക്ഷത്രക്കാരാണ്. ശനി അഷ്ടമത്തിൽ തുടരുന്നതും വ്യാഴം ലാഭഭാവത്തിലും സഞ്ചരിക്കുന്നുണ്ട്.
ആകയാൽ ജീവിതത്തെ പരിപോഷിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഫലങ്ങൾ നൽകുകയും ചെയ്യുന്ന ഒരു വർഷമാണ് മുന്നിൽ വന്നിരിക്കുന്നത്. നിങ്ങളുടെ പ്രയത്നം ഒരു രീതിയിലും പാഴാവുകയില്ല. ആസൂത്രണം ചെയ്ത കാര്യങ്ങൾ നിർവഹണ സന്ധ്യയിൽ എത്തിക്കുവാനാകും. നിങ്ങളുടെ മേലധികാരികളുടെ നല്ല പുസ്തകത്തിൽ ഇടം പിടിക്കുവാനും സ്വയം നവീകരിക്കുവാൻ സന്നദ്ധരാകുകയും ചെയ്യുന്നതാണ്. ഗവേഷകർക്കും സാങ്കേതിക വിദഗ്ധർക്കും തൊഴിലിൽ നിന്നും ആദായം ലഭിക്കുന്നതാണ്. പരീക്ഷകളിലും അഭിമുഖങ്ങളിലും ചെറുപ്പക്കാർക്ക് വിജയിക്കുവാൻ കഴിയും. കുടുംബ ബന്ധങ്ങളിലെ എല്ലാ രീതിയിലുമുള്ള പ്രശ്നങ്ങൾ അവസാനിക്കുന്നതാണ്. സാമൂഹികമായ അംഗീകാരങ്ങൾ നിങ്ങളെ തേടിയെത്തും. കലാകാരന്മാർക്ക് ധാരാളം അവസരങ്ങൾ കൈവരുന്നതാണ്. അതുപോലെ തന്നെ പ്രായമായ ആളുകളെ പരിചരിക്കുന്നതിൽ വളരെയധികം കരുതലും സ്നേഹവും നിങ്ങൾക്ക് വന്നു ചേരും. അടുത്തത് ആയില്യം നക്ഷത്രക്കാരാണ്. ആയില്യം നക്ഷത്രക്കാർക്ക് ന്യായമായ രീതിയിലുള്ള എല്ലാവിധ നേട്ടങ്ങൾക്കും വഴി തുറക്കും. സന്ദർഭങ്ങൾക്ക് അനുസരമായി പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് കഴിവ് വന്നു ചേരുന്നതാണ്. പഠനത്തിനനുസരിച്ച് ജോലി കിട്ടാതെ വിഷമിക്കുന്ന ആളുകൾക്ക് അർഹമായ തസ്തികകളിൽ നിയമനം ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ്. പുതിയ കാലഘട്ടത്തിൻ്റെ സമ്മർദ്ദങ്ങളെ സ്വയം നവീകരിച്ചുകൊണ്ട് നേരിടുവാൻ നിങ്ങൾക്ക് കഴിയും. ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലെ എല്ലാവിധ പ്രശ്നങ്ങളും ഈ കാലഘട്ടത്തിൽ പരിഹരിക്കപ്പെടും. സന്താന ജന്മം കൊണ്ട് ധന്യതയുണ്ടാകുന്നതാണ്. കടബാധ്യതകളെല്ലാം പരിഹരിക്കപ്പെടുവാനുള്ള സാധ്യത വളരെയധികം കാണുന്നു. ചിട്ടി, നറുക്കെടുപ്പ് മുതലായവയിലൂടെ ധനം ലഭിക്കുന്നതാണ്. രോഗം ഉള്ള ആളുകൾക്ക് നിങ്ങളുടെ പാരമ്പര്യ ചികിത്സാ രീതിയിൽ നിന്നും ആശ്വാസം സിദ്ധിക്കും. കന്നി, ധനു, മേടം, ഇടവം മാസങ്ങളിൽ ആകസ്മികമായ നേട്ടങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുകയും ചെയ്യുന്ന ഒരു സമയമാണ് ഈ പുതുവർഷത്തിൽ വന്നെത്തിയിരിക്കുന്നത്. അടുത്തത് മകം നക്ഷത്രക്കാരാണ്. 7-ലെ കണ്ടകശനി, അഷ്ടമത്തിൽ രാഹു, 10-ൽ വ്യാഴം എന്നിങ്ങനെ വിപരീത ഗ്രഹസ്ഥിതികളെ ചൂണ്ടിക്കാണിക്കാൻ കഴിയുമെങ്കിലും അനുഭവം കണ്ട് കുറച്ചൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കുവാനാകുന്നതാണ്. ക്ഷമയും അച്ചടക്കത്തോടുള്ള പ്രവർത്തനവും വിജയം കാണും. കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ വന്നെത്തുന്നതാണ്. പുതിയ ജോലി തേടുന്നവർക്ക് താൽക്കാലിക ജോലിയോ കരാർ പണികളോ കിട്ടുന്നതാണ്. വലിയ മുതൽ മുടക്കോ കടം വാങ്ങി മുതലിറക്കുന്നതോ ഗുണകരമാവില്ല. മീനമാസം തൊട്ട് നേട്ടങ്ങൾ നിരന്തരം വന്നെത്തും. സ്വതന്ത്ര നിലപാടുകൾ അംഗീകരിക്കപ്പെടുകയും ധനപരമായ ഞെരുക്കത്തിൽ നിന്ന് വിരാമം വന്നു ചേരുകയും ചെയ്യുന്നതാണ്. ഉദ്യോഗത്തിൽ വലിയ ഉയർച്ച ഉണ്ടാകും. നിക്ഷേപങ്ങൾ ഫലപ്രദമായി പ്രയോജനപ്പെടുത്തുവാനും കുടുംബ ബന്ധം വളരെയധികം സന്തോഷത്തിലും സമാധാനത്തിലും ഊഷ്മളമാകുന്നതാണ്. അടുത്തത് പൂരം നക്ഷത്രക്കാരാണ്. നിങ്ങളുടെ ഇച്ഛാശക്തിയും ക്രിയാശക്തിയും സമന്വയിപ്പിക്കേണ്ട ഒരു വർഷമാണ്. നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ നിരന്തരം പ്രയത്നം ആവശ്യമാണ്. കുത്സിത ബുദ്ധികളെ തിരിച്ചറിയേണ്ട ഒരു സമയം കൂടിയാണ്. ഉപാചപങ്ങളിൽ ഉൾപ്പെടാതിരിക്കുവാൻ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. കഴിവതും വ്യവഹാരങ്ങൾക്ക് മുതിരരുത്. ഉദ്യോഗസ്ഥരായ ആളുകൾക്ക് സ്ഥാനക്കയറ്റം വൈകുന്നതാണ്. അന്യദേശത്ത് കഴിയുന്നവർക്ക് നാട്ടിലേക്ക് മടങ്ങുവാൻ താമസമുണ്ടാകും. സാമ്പത്തിക അച്ചടക്കം വളരെയധികം അനിവാര്യമാകുന്ന ഒരു സമയം കൂടിയാണ്. ചെറിയ സംരംഭങ്ങൾ വളരെയധികം നേട്ടങ്ങൾ നിങ്ങൾക്ക് സമ്മാനിക്കും. കരാർ ജോലികളിൽ തുടർന്നും ലഭിക്കുന്നതായിരിക്കും. ഏജൻസി പ്രവർത്തനത്തിൽ ലാഭം കൈവരിക്കുവാനും പുതിയ കാര്യങ്ങളും സാങ്കേതിക വിഷയങ്ങളും പഠിച്ചറിയുവാനുള്ള താല്പര്യം വർദ്ധിക്കുന്നതാണ്. രാഷ്ട്രീയ പ്രവർത്തകർക്ക് ശത്രുക്കൾ വർദ്ധിക്കും. മത്സരങ്ങൾ കഠിനമായി തീരുകയും ചെയ്യുന്ന ഒരു സമയമാണ് പൂരം നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത്. അടുത്തത് ഉത്രം നക്ഷത്രക്കാരാണ്. ചിങ്ങ രാശിക്കാർക്ക് സമ്മിശ്രവും കന്നി രാശിക്കാർക്ക് ഗുണകരമായ വർഷവുമാണ്. ആസൂത്രണം ചെയ്ത എല്ലാ കാര്യങ്ങളും നിർവ്വഹണത്തിൽ എത്തിക്കുവാൻ സാധിക്കും. തടസ്സങ്ങളെ തൃണവൽക്കരിക്കും. വിദ്യാർത്ഥികൾക്ക് മികച്ച വിജയം നേടുവാൻ കഴിയുന്നതാണ്. തന്മൂലം ആശിച്ച വിഷയങ്ങളിൽ ഉപരിപഠനം സാധ്യമാകുന്നതാണ്. വ്യാപാരികൾക്ക് വായ്പാ സൗകര്യം പ്രയോജനപ്പെടുത്തുവാനും ബിസിനസ് നവീകരിക്കുവാനും സാധിക്കും. വാഹനം മാറ്റി വാങ്ങുവാനോ പുതിയതു തന്നെ വാങ്ങുവാനോ ഈ സാഹചര്യം അനുകൂലമായി തീരുന്നതാണ്. പ്രണയികൾക്ക് നിങ്ങളുടെ വിവാഹബന്ധത്തിലൂടെ ഒന്നിക്കുവാൻ സാധിക്കുന്നതാണ്. കടക്കെണിയിൽ നിന്നും ഏതാണ്ടൊക്കെ മുക്തി കൈവരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ബന്ധങ്ങളുടെ ദൃഢത നിലനിർത്തുവാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ ഭൗതിക പരിതാവസ്ഥയും ജീവിത നിലവാരവും മെച്ചപ്പെടുത്തുവാൻ സാധിക്കുന്നതാണ്. ഈശ്വര സമർപ്പണങ്ങൾ, തീർത്ഥയാത്രകൾ ഇവയെല്ലാം സാധ്യമാകുന്ന ഒരു സമയമാണ് വന്നെത്തുവാൻ പോകുന്നത്.
അടുത്തത് അത്തം നക്ഷത്രക്കാരാണ്. പ്രധാന ഗ്രഹങ്ങൾ അനുകൂല ഭാവത്തിലാകിയാൽ സുപ്രധാനമായ ഒരു വർഷമായിരിക്കും. നേട്ടങ്ങൾ പലതും കരഗതമാകും. ദുസ്സാധ്യം എന്നു കരുതിയ കാര്യങ്ങളെല്ലാം ലഘുപ്രയത്നത്താൽ സാധിച്ചെടുക്കുവാൻ നിങ്ങൾക്ക് കഴിയും. ഉന്നതരുടെ അംഗീകാരവും പിന്തുണയും കൈവരുന്ന ഒരു സമയം കൂടിയാണ്. ജോലിയിൽ ഉയർച്ച ദൃശ്യമാകും. ഉത്സുതയും ഉന്മേഷവും എപ്പോഴും നിലനിർത്തുവാൻ സാധിക്കുന്നതാണ്. സാമ്പത്തിക ഞെരുക്കത്തിൽ നിന്നും മോചനം നേടുകയും ഭൂമിയോ വാഹനമോ സ്വന്തമാക്കുവാനോ നിങ്ങൾക്ക് ഈ സമയം സാധിക്കുന്നതാണ്. ദാമ്പത്തിക ജീവിതം സ്വച്ഛന്തമാകും. നിങ്ങളുടെ കുട്ടികളുടെ പഠനം, ജോലി മുതലായവയിൽ അനുകൂലമായ കാര്യങ്ങളെല്ലാം ദൃശ്യമാകുന്നതാണ്. ബിസിനസ്സുകാർക്ക് പുതുശാഖകൾ തുടങ്ങുവാനുള്ള അവസരം വന്നെത്തും. ആരോഗ്യപരമായി വളരെയധികം മെച്ചമുണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. വൃശ്ചികം, കുംഭം, മിഥുനം, കർക്കിടകം മാസങ്ങൾ കൂടുതൽ ഗുണകരമായി തീരുകയും വളരെയധികം സാമ്പത്തിക ഉന്നതി കൈവരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യുന്നതാണ്. അടുത്തത് ചിത്തിര നക്ഷത്രക്കാരാണ്. ചിത്തിര നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ ആഗ്രഹ സബലീകരണത്തിൻ്റെ ഒരു വർഷമാണ്. തൊഴിൽ തേടുന്നവർക്ക് നിങ്ങളുടെ അർഹതയ്ക്കനുസരിച്ചുള്ള തൊഴിൽ ലഭിക്കും. ഉദ്യോഗത്തിൽ വളരെയധികം ഉയർച്ച നേടുവാൻ സാധിക്കുന്നതാണ്. വിഭിന്ന ദിക്കിൽ ജോലി ചെയ്യുന്ന ഭാര്യ ഭർത്താക്കന്മാർക്ക് ഒരിടത്തേക്ക് മാറ്റം കിട്ടുന്നതാണ്. നവ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് അവസരം സംജാതമാകും. ധനസ്ഥിതി വളരെയധികം മെച്ചപ്പെടും. അഭിമുഖങ്ങളിലും മത്സരങ്ങളിലും വിജയിക്കുവാനും തുലാ രാശിക്കാരായ ചിത്തിര നാളുകാർക്ക് വരവ് ചിലവുകൾ സമാസമമായിരിക്കും. ജോലിയിൽ അധ്വാനം, വേതന വർധനവ്, ഇല്ലായ്മ എന്നിവയും ഉണ്ടാകുന്നതാണ്. പല കാര്യങ്ങളിലും പുതുമ ആഗ്രഹിക്കുമെങ്കിലും നിലവിലെ സ്ഥിതി തുടരുന്നതാണ്. സഹായ വാഗ്ദാനങ്ങൾ നിറവേറ്റപ്പെടില്ല. ദാമ്പത്യത്തിൻ്റെ സുഗമതയ്ക്ക് അനുരഞ്ജനം ആവശ്യമായി വരുന്ന ഒരു കാലഘട്ടമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. അടുത്തത് ചോതി നക്ഷത്രക്കാരാണ്. വ്യാഴം അഷ്ടമത്തിലാകിയാൽ പല കാര്യങ്ങളും ആദ്യം തടസ്സങ്ങൾ വന്നുചേരും. ആവർത്തിത പരിശ്രമങ്ങൾ വേണ്ടിവരുന്നതാണ്. ആശയക്കുഴപ്പങ്ങൾ പ്രത്യക്ഷപ്പെട്ടേക്കാം. ഈ സമയത്ത് പ്രത്യുൽപ്പന്ന മതിത്വം കുറയുന്നതായി തോന്നും. എന്നാൽ സഹിഷ്ണുത ഫലം കാണുന്നതാണ്. തൊഴിൽ സാഹസങ്ങൾ എല്ലാ രീതിയിലും ഒഴിവാക്കേണ്ട ഒരു സമയമാണ്. അറിയാത്ത കാര്യങ്ങൾ ചെയ്യുന്നത് വളരെയധികം ദോഷങ്ങൾ സമ്മാനിക്കും. സാമ്പത്തിക അച്ചടക്കമില്ലെങ്കിൽ കടക്കെണിയിൽ പെടുവാനിടയുണ്ട്. വ്യവഹാരങ്ങൾക്ക് മുതിരരുത്. രോഗ അവസ്ഥയിലുള്ള ആളുകൾക്ക് കൂടുതൽ ചികിത്സ വേണ്ടിവരുന്ന ഒരു വർഷം കൂടിയാണ്. വർഷത്തിൻ്റെ രണ്ടാം പകുതിയിൽ ദാമ്പത്തിക സൗഖ്യം പ്രതീക്ഷിക്കാം. മുടങ്ങിക്കിടന്ന സംരംഭങ്ങൾ വീണ്ടും തുടങ്ങുവാനും സാമ്പത്തിക സ്രോതസ്സുകൾ തുറന്നു കിട്ടുകയും ചെയ്യുന്നതാണ്. പ്രാധാന്യമുള്ള കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധയോടെ പൂർത്തീകരിക്കുവാനും ആത്മവിശ്വാസം വളരെയധികം വർദ്ധിക്കുകയും ചെയ്യുന്ന ഒരു സമയം കൂടിയാണ്. അടുത്തത് വിശാഖം നക്ഷത്രക്കാരാണ്. തുലാ രാശിക്കാർക്ക് വർഷത്തിൻ്റെ രണ്ടാം ഭാഗവും വൃശ്ചിക രാശിക്കാർക്ക് പ്രായേണ ആദ്യ പകുതിയും അനുകൂലമായി തീരും. സാമ്പത്തിക കാര്യങ്ങളിൽ വളരെയധികം ജാഗ്രത വേണം. അമളി പറ്റുവാൻ ഇടയുണ്ട്. നിങ്ങളുടെ സുഹൃത്തുക്കളുടെ സഹായം പ്രതീക്ഷിക്കാം. വാഹനം ഉപയോഗിക്കുന്നതിൽ വളരെയധികം ശ്രദ്ധ വേണ്ട ഒരു സമയം കൂടിയാണ്. പൊതുകാര്യങ്ങളിൽ ദുരാരോപണങ്ങൾ ഉയർന്നേക്കാം. ഗാർഹികമായ പ്രശാന്തത കുലുഷിതമാകാം. വിദേശത്ത് തൊഴിൽ ചെയ്യുന്നവർക്ക് പ്രതിബന്ധങ്ങളെ തരണം ചെയ്യേണ്ടി വരുന്നതാണ്. നിങ്ങൾക്ക് നേട്ടങ്ങളിൽ പരീക്ഷാ വിജയം, ഉന്നത പഠന സാധ്യത എന്നിവ വന്നുചേരും. പ്രണയബന്ധങ്ങൾ തടസ്സപ്പെട്ടാലും വിജയത്തിലേക്ക് എത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഭൂമി വ്യവഹാരത്തിൽ അനുകൂലമായ വിധി പ്രതീക്ഷിക്കാം. ഗൃഹനിർമ്മാണം ആരംഭിക്കുവാനും മകന് ജോലി കിട്ടുക, മകളുടെ വിവാഹം നടക്കുക തുടങ്ങിയവയും ഗുണഫലങ്ങളിൽ വന്നു ചേരുന്നതാണ്. അടുത്തത് അനിഴം നക്ഷത്രക്കാരാണ്. വ്യാഴം അനുകൂല ഭാവത്തിൽ സഞ്ചരിക്കുന്ന ഒരു വർഷമാണ്. ചിരകാലമായി ആഗ്രഹിക്കുന്ന നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും സഫലമാകുന്നതാണ്. സ്വന്തം പരിശ്രമത്തിന് ഒപ്പമുള്ളവരുടെ പിന്തുണയും സാഹചര്യത്തിൻ്റെ അനുകൂലതയും കൂടി വന്നു ചേരുന്നതാണ്. യാത്രകൾക്ക് വളരെയധികം പ്രയോജനം ഉണ്ടാകും. ബിസിനസ്സിൽ ഔദ്യോഗിക യാത്രകൾ ഗുണം ചെയ്യും. കൂട്ടുകച്ചവടം പുഷ്ടി പ്രാപിക്കുന്നതാണ്. പുതുശാഖകൾ ആരംഭിക്കുവാനും സാധിക്കും. ഉപഭോക്താക്കളുടെ പ്രീതി നേടിയെടുക്കുവാനും അവിവാഹിതർക്ക് പ്രണയിനികൾക്കും സ്വപ്ന സാഫല്യത്തിന് അവസരം ഭവിക്കുന്നതുമാണ്. വിദേശ യാത്രകൾക്കൊരുങ്ങുന്ന ആളുകൾക്ക് അതിനുള്ള അവസരം സംജാതമാകും. മാനസികമായ വികാസം, അറിവുകളുടെ നവചക്രവാളങ്ങൾ തെളിയുക തുടങ്ങിയവയും നിങ്ങളുടെ നല്ല ഫലങ്ങളിൽ ഉൾപ്പെടുന്നതാണ്.
അടുത്തത് തൃക്കേട്ട നക്ഷത്രക്കാരാണ്. ലക്ഷ്യബോധത്തോടെയുള്ള പ്രവർത്തനങ്ങൾ സഫലമാകുന്ന ഒരു വർഷം കൂടിയാണ്. ന്യായമായ ആഗ്രഹങ്ങളെല്ലാം നിങ്ങളുടെ നിറവേറ്റപ്പെടും. പൊതു സൗഹൃദങ്ങൾ ഉണ്ടാകാം. നിങ്ങളുടെ കഴിവിന് അംഗീകാരവും ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ്. മുൻപ് അവഗണന നേരിട്ടവരിൽ നിന്നും പരിഗണനയും ആദരവും സിദ്ധിക്കും. കുടുംബാംഗങ്ങളുടെ സർവാത്മകമായുള്ള പിന്തുണ ശക്തിയേകുന്നതാണ്. പ്രവൃത്തിയിൽ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വളരെയധികം പ്രശംസിക്കപ്പെടും. പഠനം, ഉദ്യോഗം തുടങ്ങിയവയിൽ അനുകൂലതയുള്ള കാലമാണ്. അന്യദേശത്തേക്കും വിദേശത്തേക്കുമുള്ള യാത്രകൾ കൊണ്ട് വളരെയധികം നേട്ടങ്ങൾ വന്നു ചേരുന്നതാണ്. സാമ്പത്തിക ശോചനാവസ്ഥയൊക്കെ മാറി കുടുംബത്തിൽ വളരെയധികം സന്തോഷവും സമാധാനവും വന്നു ചേരും. വർഷത്തിൻ്റെ അവസാന ഭാഗത്ത് കൂടുതൽ കരുതൽ നിങ്ങൾക്ക് ആവശ്യമായി വരും. അടുത്തത് മൂലം നക്ഷത്രക്കാരാണ്. ശനി ആശ്വാസവും സഹായവും നൽകുന്ന മൂന്നാം ഭാവത്തിൽ ശക്തമായ നിലയിലാണ്. മാനസിക ധൈര്യം അതിജീവനത്തിലുള്ള കരുത്താകും. മുതിർന്നവരുടെ സ്നേഹവും മാർഗനിർദ്ദേശവും വിലപ്പെട്ടതായി അനുഭവപ്പെടും. നേട്ടങ്ങൾക്ക് കൂടുതൽ വിയർപ്പൊഴുക്കേണ്ടി വരുന്നതാണ്. ചതിക്കുഴികളെ കരുതിയിരിക്കേണ്ടതാണ്. പ്രിയ ജനവിരഹം വിഷമം നൽകുന്നതാണ്. വളരെയധികം പുതിയ ചിന്തകൾ ഉണ്ടാകും. പ്രായോഗികത വിഷമം പിടിച്ചതാകും. ഗവേഷകർക്ക് നിഗമനങ്ങൾ ക്രോഡീകരിക്കുന്നതിൽ കാലവിളംബം വന്നു ചേരും. സ്വതന്ത്ര ബിസിനസ്സുകളിൽ മുതൽ മുടക്കുന്നത് കരുതലോടെ വേണം. അന്യദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് മാറ്റം കിട്ടുക അത്ര എളുപ്പമാവില്ല. മീനമാസത്തിനു ശേഷം കൂടുതൽ അവസരങ്ങൾ വന്നെത്തുകയും ചെയ്യുന്നതാണ്. അടുത്തത് പൂരാടം നക്ഷത്രക്കാരാണ്. ശത്രുപക്ഷത്തെ നിർവീര്യമാക്കുവാൻ സാധിക്കും. പ്രവർത്തനങ്ങളിൽ ഒട്ടോകെ വിജയം നേടുവാനും സംരംഭകർക്ക് ആശ്വാസമുണ്ടാകുകയും ചെയ്യും. കടം വാങ്ങി കച്ചവടം തുടങ്ങുന്നത് അഭികാമ്യമാവില്ല. പ്രൊജക്റ്റുകളുമായി മുന്നോട്ട് പോകുവാനാകും. സാമ്പത്തിക സ്ഥിതി മോശമാവില്ല. പ്രായോഗിക ചിന്തയും പ്രത്യുൽപ്പന്ന മിതത്വവും കരുത്ത് പകരുന്നതാണ്. വിദ്യാർത്ഥികളുടെ പഠന നിലവാരം വളരെയധികം ഉയരുന്ന ഒരു സമയമാണ്. ഭൂമിയിൽ മുതൽ മുടക്കുന്നത് കരുതി വേണം. റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ടവർക്ക് അമളികൾ സംഭവിക്കുവാൻ ഇടയുണ്ട്. ധന നിക്ഷേപം വളരെയധികം ആലോചനാപൂർവ്വം നിർവഹിക്കേണ്ട ഒരു സമയമാണ്. യുവാക്കളുടെ വിവാഹാലോചനകൾ നീണ്ടുപോയേക്കും. റൊമാൻസുകളിൽ തിരിച്ചടി ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. മീനമാസം മുതൽ കാലം അനുകൂലമായി തീരും. കുംഭം, ഇടവം, ചിങ്ങം, കന്നി, തുലാ മാസങ്ങളിൽ വളരെയധികം നേട്ടങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. അടുത്തത് ഉത്രാടം നക്ഷത്രക്കാരാണ്. ധനുരാശിക്കാരായ ശനിയും മകരക്കൂറുകാർക്ക് വ്യാഴവും അനുകൂല ഭാവത്തിലാണ്. ഈ വർഷം ആത്മാർത്ഥമായ അധ്വാനവും നിരന്തരമായ അന്വേഷണവും ലക്ഷ്യത്തിലെത്തുവാൻ ആവശ്യമാണെന്ന് നിങ്ങൾക്ക് വിജയമന്ത്രമായി സ്വീകരിക്കേണ്ടി വരും. ഭാഗിക നേട്ടങ്ങളെ നിസ്സാരമായി കാണുകയും ചെയ്യരുത്. താൽക്കാലിക ലാഭങ്ങളാകും ഈ വർഷം നിങ്ങൾക്ക് അധികവും ഉണ്ടാകുക. കടബാധ്യതയുടെ കാര്യത്തിൽ തെല്ല് ആശ്വസിക്കാൻ പറ്റും. എന്നാൽ ആർഭാടവും നിയന്ത്രണമില്ലാത്ത വ്യയശീലവും കൂടുതൽ കടക്കെണിയിലേക്ക് തള്ളിയിടുവാൻ ഇടയുണ്ട്. ചെറുപ്പക്കാർക്ക് ജോലി ലഭിക്കുവാനിടയുണ്ട്. ചിലപ്പോൾ ആഗ്രഹിച്ച തൊഴിലോ പ്രതീക്ഷിച്ച വേതനമോ ഉണ്ടാവണമെന്നില്ല. ഗൃഹനിർമ്മാണം തെല്ല് പതുക്കെയാവും. മക്കളുടെ കുടുംബത്തോടൊപ്പം താമസിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ വന്നു ചേരും. സർക്കാർ ആനുകൂല്യങ്ങൾ, അതുപോലെ അവകാശങ്ങൾ എന്നിവയെല്ലാം വൈകാൻ ഇടയുണ്ട്. അടുത്തത് തിരുവോണം നക്ഷത്രക്കാരാണ്. യാഥാർത്ഥ്യങ്ങളോട് പൊരുത്തപ്പെട്ട് ജീവിക്കുവാൻ ശീലിക്കും. കിട്ടിയ തൊഴിലിൽ ആത്മാർത്ഥത പുലർത്തുന്നതാണ്. പാരമ്പര്യ ബിസിനസ്സിൽ ശോഭിക്കുവാൻ സാധിക്കും. ധനവരവ് മോശമാകില്ല. ചെലവിൽ നിയന്ത്രണം വേണ്ട ഒരു സമയമാണ്. സന്താന ജന്മം ധന്യതയേകുന്നതാണ്. സ്വസ്ഥവും ശാന്തവുമായ ദാമ്പത്യം നയിക്കുവാൻ നിങ്ങൾക്ക് കഴിയും. പ്രമാണങ്ങൾ, നിക്ഷേപ രസീതുകൾ തുടങ്ങിയവ സൂക്ഷിച്ചു വെക്കണം. വൃദ്ധജനങ്ങൾ അന്യനാട്ടിലെ താമസം ഉപേക്ഷിച്ച് ജന്മനാട്ടിലേക്ക് മടങ്ങുന്നതാണ്. കക്ഷി രാഷ്ട്രീയത്തിൽ നിരുന്മേഷത തോന്നും. വളർത്തു മൃഗങ്ങളെ പരിപാലിക്കുക, ഗൃഹത്തിൽ കാർഷിക വൃത്തി എന്നിവയിൽ താൽപ്പര്യം വളരെയധികം വർദ്ധിക്കുന്ന ഒരു സമയം കൂടിയാണ്. മീനമാസത്തിൽ ശനിമാറ്റം വരുന്നതോടെ 7 ശനിദോഷത്തിന് പരിസമാപ്തി ഉണ്ടാകുന്നതാണ്. തുലാം, വൃശ്ചികം, മീനം, മിഥുനം എന്നീ മാസങ്ങളിൽ വളരെയധികം നേട്ടങ്ങൾ വർദ്ധിക്കുകയും ധനലാഭങ്ങൾ വന്നു ചേരുകയും ചെയ്യുന്നതാണ്. അടുത്തത് അവിട്ടം നക്ഷത്രക്കാരാണ്. നേട്ടങ്ങളും കോട്ടങ്ങളും ആരോഹണങ്ങളും അവരോഹങ്ങളുമെല്ലാം സമ്മിശ്രം പകരുന്ന ഒരു വർഷമാണ്. സ്വതന്ത്ര സിദ്ധമായ കഴിവുകൾ മുഴുവനായും പുറത്തെടുക്കേണ്ടി വരും.
മനസ്സിൽ കണക്ക് കൂട്ടിയവ നേടിയെടുക്കുവാൻ വളരെയധികം അധ്വാനിക്കേണ്ടി വരും. സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ലഭിക്കുവാൻ ഇടയുണ്ട്. എന്നാൽ ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റം, വേതന വർധനവ് ഇവയ്ക്ക് സാധ്യത വളരെയധികം കുറവാണ്. ബിസിനസ്സിൽ ന്യായമായ ആദായം വന്നുചേരും, പക്ഷേ വിപുലീകരിക്കുവാൻ എളുപ്പമാവില്ല. ബന്ധങ്ങളുടെ ദൃഢത നിലനിർത്തും. ഗൃഹനിർമ്മാണം പൂർത്തീകരിച്ചേക്കും. മക്കളുടെ വിദ്യാഭ്യാസ ചെലവുകൾക്ക് വായ്പയെ ആശ്രയിക്കേണ്ടി വരും. കലാപ്രവർത്തകർക്ക് കലാപഠനം പോഷിപ്പിക്കുവാനും പ്രദർശിപ്പിക്കുവാനുമുള്ള സാഹചര്യം വന്നെത്തും. കുടുംബസമേതം വിനോദയാത്രകൾ, അതുപോലെ ധാരാളമുള്ള ദീർഘദൂര യാത്രകൾ വേണ്ടിവരുന്നതാണ്. അടുത്തത് ചതയം നക്ഷത്രക്കാരാണ്. ജന്മശനി, 4-ൽ വ്യാഴം, 2-ൽ രാഹു എന്നിങ്ങനെ ഗൃഹസ്ഥിതി വ്യക്തമാക്കുന്ന പ്രതികൂലതകളെ നിസ്സാരമാക്കുന്ന ഗുണാനുഭവങ്ങൾ ഉണ്ടായേക്കാം. എല്ലാ കാര്യങ്ങളിലും നന്നായി ആലോചിച്ച് പ്രവർത്തിക്കുന്നത് നന്നായിരിക്കും. ഉത്കർഷവും പ്രയത്നശീലവും ഫലം കാണും. തടസ്സങ്ങൾ ഉണ്ടായാലും വിദ്യാഭ്യാസത്തിൽ പുരോഗതി ദൃശ്യമാകുന്നതാണ്. ഉപാജപങ്ങളെ തടയുവാൻ സാധിക്കും. ഗൂഢവിദ്യകൾ, ആത്മീയ അന്വേഷണങ്ങൾ, തീർത്ഥാടനങ്ങൾ ഇവയ്ക്ക് ഉചിതമായ കാലമാണ്. തൊഴിലില്ലാത്തവർ ജോലി നേടിയേക്കും, പക്ഷേ ദൂരദേശത്തേക്കോ അർഹതയ്ക്ക് ഇണങ്ങാത്തതോ ആയതാകുന്നതാണ്. സാമ്പത്തിക അമളികൾ വരാതെ നോക്കണം. രോഗോപദ്രവങ്ങൾ ഉണ്ടാകാം. അലച്ചിൽ തുടരപ്പെടുന്നതാണ്. ചെറു നേട്ടങ്ങൾ, ഉറ്റവരുടെ പിന്തുണ, കരുതൽ, സാമ്പത്തിക സഹായം എന്നിവ നിങ്ങൾക്ക് വളരെയധികം ആശ്വാസം പകരുന്നതാണ്. അടുത്തത് പൂരുരുട്ടാതി നക്ഷത്രക്കാരാണ്. ജന്മശനിയുടെ കാലമാണ്. വർഷാദ്യം ശനി ജന്മനക്ഷത്രത്തിൽ വക്രഗതിയിൽ സഞ്ചരിക്കുന്നതാണ്. അതിനാൽ പ്രവർത്തന രീതി മന്ദതയെ പ്രാപിക്കും. ആലസ്യം ചിന്തയെയും ബാധിക്കുന്നതാണ്. ചില അന്വേഷണങ്ങൾക്ക് ഉത്തരം കിട്ടിയേക്കില്ല. വാഗ്ദാനങ്ങളെല്ലാം നീണ്ടുപോകും. നിങ്ങളുടെ നിലവിലെ തൊഴിൽ ഉപേക്ഷിക്കുവാനുള്ള ഒരു പ്രേരണ വരുന്നതാണ്. കരുതലിടവേണം. എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുവാൻ. കടം വാങ്ങിയത് തിരികെ നൽകാൻ വളരെയധികം ക്ലേശിക്കുന്നതാണ്. ചെറിയ രോഗങ്ങൾ വന്നാൽ തന്നെ പൂർണ്ണമായും വിട്ടുപോകുവാൻ സമയം എടുക്കുന്നതാണ്. ബന്ധങ്ങളിൽ വിള്ളൽ സംഭവിക്കാം. വിവാഹ കാര്യം നീളുന്നതാണ്. ഏജൻസികൾ, കമ്മീഷൻ, വ്യാപാരം, ദിവസവേതനം ഇവ മുടങ്ങില്ല. അവയിലൂടെ ആദായം ലഭിക്കും. മകരമാസത്തിനു ശേഷം കൂടുതൽ ഗുണഫലങ്ങൾ വന്നു ചേരുന്നതാണ്. അടുത്തത് ഉത്രട്ടാതി നക്ഷത്രക്കാരാണ്. ജന്മനക്ഷത്രത്തിൽ രാഹു സഞ്ചരിക്കുന്നതിനാൽ സ്വന്തം ശക്തിയും ദൗർബല്യങ്ങളും തിരിച്ചറിഞ്ഞേക്കില്ല. വൈകാരിക പ്രതികരണങ്ങൾ ശത്രുക്കളെ സൃഷ്ടിക്കുന്നതാണ്. അവസരോചിതമായ തീരുമാനങ്ങൾ എടുക്കുവാൻ വൈകും. 7-ര ശനിക്കാലം കൂടിയാകയാൽ സമയബന്ധിതമായി പ്രവർത്തിക്കുവാൻ കഴിയാതെ വരും. ഉറ്റവരുടെ വിരഹവിയോഗങ്ങൾ വളരെയധികം വിഷമിപ്പിക്കുന്നതാണ്. സാമ്പത്തിക ഇടപാടുകളിൽ വളരെയധികം കരുതൽ വേണം. കടക്കെണി വരാതെ നോക്കേണ്ടതുണ്ട്. ബിസിനസ്സിൽ പുരോഗതി വളരെയധികം കുറയുന്നതാണ്. ചിട്ടി, ലോൺ, ഇൻഷുറൻസ് എന്നിവയിലൂടെ ധനവരവ് ഉണ്ടാകും. സുഹൃത്തുക്കളുടെ മാർഗനിർദ്ദേശം ലഭിക്കും. ചിങ്ങം, ധനു, മകരം, ഇടവ മാസങ്ങളിൽ വളർച്ചയും നേട്ടങ്ങളും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തത് രേവതി നക്ഷത്രക്കാരാണ്. ശനി, രാഹു, വ്യാഴം തുടങ്ങിയ ഗ്രഹങ്ങൾ അനുകൂലമല്ലാത്തതിനാൽ തീരുമാനങ്ങൾ ശ്രദ്ധാപൂർവം കൈക്കൊള്ളണം. നിലവിലെ ജോലി ഉപേക്ഷിക്കാനുള്ള പ്രേരണ ഉണ്ടാകും. പുതിയ തൊഴിൽ ലഭിക്കുക അത്ര എളുപ്പമാകില്ല. ഉദ്യോഗസ്ഥർക്ക് സഹപ്രവർത്തകരുടെ പിന്തുണ കുറയുന്നതാണ്. തന്നെക്കാൾ യോഗ്യതയില്ലാത്തവർക്ക് സ്ഥാനക്കയറ്റം കിട്ടുന്നത് നിങ്ങളെ വളരെയധികം വിഷമിപ്പിക്കും. താല്പര്യമില്ലാത്തവരുടെ സഹായം സ്വീകരിക്കേണ്ട ഒരു സ്ഥിതി വന്നു ചേരുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് അലസര വരുവാൻ ഇടയുണ്ട്. കൃത്യനിഷ്ഠയിലെ പാളിച്ചയാൽ മേലുദ്യോഗസ്ഥൻ്റെ അപ്രീതി നേടുന്നതാണ്. വ്യവഹാരങ്ങൾക്ക് മുതിരരുത്. സാമ്പത്തികമായ അച്ചടക്കം ആവശ്യമാണ്. മകരമാസം തൊട്ട് കാര്യങ്ങളെല്ലാം അനുകൂലമായി തീരുന്നതാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ.